ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു 6 പീസ് ആയിട്ട് ഗൗണും നൈറ്റിയൊക്കെ ചെയ്യാൻ പറ്റണ അത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അത് നമുക്ക് നൈറ്റിക്കും വേണം ഇങ്ങനെ ചെയ്യാം, ചുരിദാറിനുള്ള ടോപ്പ് ചെയ്യാം, കുർത്തിയായിട്ട് ചെയ്യാം, ഗൗണൊക്കെ ചെയ്യാം ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചെയ്യാം. അപ്പം ഞാനത് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജൂലൈ 4 നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അതായത് ഇത് കണ്ടില്ല, നേരെ ഈ ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് ലൈനുള്ളൊരു മെറ്റീരിയലാണ് ഞാനിതിന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീതിയിൽ തയ്ക്കുമ്പോൾ ആ തയ്യൽ അധികം വല്ലാതെ ക്ലിയർ ആയിട്ട് കാണൂല. അപ്പോൾ ഇത് മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ചാൽ റയോൺ ആണ്. ഞാൻ വാങ്ങിയത് 3.5 മീറ്ററാണ്. വാങ്ങുമ്പോൾ ഈ രൂപത്തിൽ ചെയ്യാനേ അല്ലായിരുന്നു പ്ലാന്. പിന്നെ ഈ ഒരു റിക്വസ്റ്റ് കുറേ വന്നപ്പോൾ ഇതുകൊണ്ട് അത് ചെയ്യാന്ന് വിചാരിച്ചു. മീറ്ററിന് 130-40 ആ ഒരു റേറ്റൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. മുക്കത്ത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. കുറച്ചായി വാങ്ങിയിട്ടോ, ഇപ്പൊ ചിലപ്പോൾ പോയി ചോദിച്ചാൽ കിട്ടലുണ്ടാവില്ല. അപ്പൊ 3.5 മീറ്റർ ക്ലോത്തിന് ഞാനിങ്ങനെ 4 ഫോൾഡ് ചെയ്ത് താഴെ നിന്ന് മേലോട്ടേക്കാണ് എൻ്റെ മെഷർമെന്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മെഷർമെന്റ് എടുത്തിട്ടുള്ളതിന്റെ ബാക്കിയാണ് ഈ കാണുന്നൊരു പീസ്. ഈ പീസാണ് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഈ 3 മീറ്റർ ക്ലോത്ത് കൊണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം 3 മീറ്റർ ക്ലോത്ത് കംപ്ലീറ്റ് നമുക്ക് ഈ ബോഡി പാർട്ടിന് തന്നെ വരും, സ്ലീവിന് പിന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് വരിക. അപ്പോൾ തുണീനെ മടക്കി ഇങ്ങനെ 4 മടക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡറിന്റെ പകുതിയാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡറിന്റെ പകുതി പ്ലസ് 1/2 ഇഞ്ച്. ടോട്ടൽ ഷോൾഡർ 7 ആണെങ്കിൽ അതിന്റെ പകുതി 3.5, അതിന്റെ കൂടെ 1/2 ഇഞ്ച്. അപ്പൊ 4 എടുത്തിട്ട് മേലേന്ന് താഴോട്ടേക്ക് ഇത് ഈ ഒരു പോയിന്റ്, മേലേന്ന് താഴോട്ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ലെങ്ത്തിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് മേലേന്ന് താഴെ വേണ്ട തയ്യൽ തുമ്പ് കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ. നമ്മൾ നൈറ്റി കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ തുണി എടുക്കുവോ ആ തുണി വേണം ഇതിന് ഫുള്ളായിട്ട് ഈ ബോഡി പാർട്ടിലേക്ക് മാത്രം. പിന്നെ സ്ലീവിന് വേറെ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് 3.5 മീറ്റർ തന്നെ ഇതിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കട്ടിങ് ഞാനൊന്ന് പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പറഞ്ഞുതരാം. അപ്പോഴേ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഞാൻ 3 മീറ്റർ ക്ലോത്തിന് എങ്ങനെ 4 മടക്കി വെച്ചതാണെന്ന് മനസ്സിലാക്കുക. 3.5 മീറ്റർ ക്ലോത്തിന് ഞാൻ അതിന്റെ മേലെ ഭാഗം ഈ ഒരു ലൈൻ വരച്ചതിന്റെ മേലോട്ടുള്ള പാർട്ട് ഞാൻ സ്ലീവിന് വേണ്ടി മാറ്റി വെച്ച പീസ് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളി കേട്ടോ. ഈ താഴെട്ടുള്ള ഈ ഭാഗത്തിലേക്കാണ് നമ്മുടെ 3 മീറ്റർ ഞാൻ പറഞ്ഞില്ലേ ലെങ്ത്. എൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 56 ആണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറയുമ്പോൾ 57.5 57.5 ഇഞ്ച് ഉണ്ടാവും. അതാണ് ഈ വരയ്ക്കുന്ന ലൈന്. ഇതിപ്പോൾ ഞാൻ പേപ്പറിലായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ച് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നിങ്ങൾക്ക് കുറേയും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ക്ലോത്തിൽ നിന്ന് സാധാ നൈറ്റി തയ്ക്കുന്നതിനേക്കാളും 1/2 മീറ്റർ സ്ലീവിന് അധികം എടുക്കണ്ട കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക. നൈറ്റി ബിറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിലും കൈക്ക് വേറെ കിട്ടൂല. താഴത്തെ വട്ടം കുറഞ്ഞു കൊണ്ടിട്ടുള്ള നൈറ്റി ആയിട്ട് തന്നെ ഈ 6 പീസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പീസിന് ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. അതേപോലെ തന്നെ മേലെ പാട്ട് ഈ സ്ലീവിനുള്ള 3.5 മീറ്ററിലത്തെ 1/2 മീറ്ററും ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, അത് സ്ലീവിന് ഇട്ടോ. അതിന് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. എന്നിട്ട് സ്ലീവ് ഞാൻ എഴുതി വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇൻസ്റ്റാ വഴി ചോദിക്കാം, വാട്സപ്പിൽ വോയിസ് അയച്ച് ചോദിക്കാം. ബാക്കിയുള്ള ഈ 3 മീറ്റർ ക്ലോത്തിന് ഞാനിങ്ങനെ 4 മടക്കി. ഇങ്ങനെ വേണമെങ്കിൽ 4 മടക്കാം, അല്ലെങ്കിൽ നേരെ ഉൾട്ട്. ഇതിപ്പോ മറ്റേ സൈഡ് ഓപ്പൺ അല്ലാത്ത സൈഡാണല്ലോ, ആ രൂപത്തിൽ മടക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ ഇങ്ങനെയും മടക്കാം. മേലെ ഭാഗം ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ. അതായത് നമ്മുടെ ലെങ്ത് മീൻസ് ഈ തുണിയുടെ ഫുൾ 3 മീറ്റർ താഴോട്ടേക്ക് വരുന്ന രൂപത്തിലാണ് കേട്ടോ മടക്കണം. ഞാൻ ഈ പേപ്പറിൽ മടക്കിയതാണ് ഇപ്പൊ പറഞ്ഞത്. എന്നിട്ട് ഈ ഫോൾഡിങ് സൈഡിൽ നിന്ന്
ഷോൾഡർ, എന്റെ ഷോൾഡർ വെച്ച് അളവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഷോൾഡർ 7 വേണ്ടത്. അപ്പൊ അതിന് 3.5 പ്ലസ് അര ഇഞ്ച്. ആ അര ഇഞ്ച് എന്തിനാ അറിയാം, 2 പീസിനും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അര ഇഞ്ച്. അപ്പൊ 3.5 എടുത്തത്. താഴെ നമുക്ക് എത്രയാണോ തുണിക്ക് വീതിയിൽ അതിന് നേർ പകുതി അളവ്. ഇത് 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിന് നേർ പകുതി എന്ന് പറയുമ്പോൾ 22 22 ഫോർ ഫോൾഡില്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം നേർ പകുതി 11. ഇപ്പൊ കണ്ടല്ലോ, മേലെ താഴോട്ടേക്കുള്ള ഒരു അളവ് കണ്ട നിങ്ങള്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നല്ലേ ഒരു വളഞ്ഞത്. ആ സ്ട്രെയിറ്റ് ലൈൻ വരെയുള്ള അളവ് എത്രയാന്ന് ചോദിച്ചാല് 17 കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3.5 പ്ലസ് അര, അപ്പൊ 4. എന്നിട്ട് ഈ ലൈൻ നേരെ താഴോട്ടേക്ക് വരുന്നത് 17 ഇഞ്ചാണ്. വലിയൊരാൾക്ക് 17 ഇഞ്ച്. കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് ലെങ്ത് എത്രയാണ് അതിനേക്കാൾ 2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്റെ ഹൈറ്റ് ഉള്ളവർക്ക് അത് മതി. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് തുണിയുടെ വീതി എത്രയാണോ ഉള്ളത് അതിന് നേർ പകുതിയിലേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അത് സ്കെയിലൊന്നും വെച്ചിട്ടല്ല, നമ്മൾ കൈ കൊണ്ടൊന്നും ജസ്റ്റ് അങ്ങോട്ടേക്ക് വരച്ചു കൊടുത്താൽ മതി. ഈ ഒരു പീസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഈ പീസ് ഇതിപ്പോ ഇങ്ങനെ 4 ഫോൾഡ് തുണി വെക്കുമ്പോൾ 2 പീസായിട്ടല്ലേ ഉണ്ടാകുക, ഫ്രണ്ടും ബാക്കും. ആ ഫ്രണ്ടും ബാക്കും ആയിട്ടാണ് അത് കിട്ടുക. ഇതിന്റെ മേലെ ഭാഗം ഇപ്പൊ പേപ്പറിൽ കാണിക്കുമ്പോൾ ഫോൾഡിങ് സൈഡാണ്, അത് ഓപ്പൺ ആക്കി എടുത്തോളണം കേട്ടോ. എന്നിട്ട് ഈ മറ്റേ സൈഡിലെ പീസിനെ അതിനെ തല തിരിച്ച് വെക്കുക. തല തിരിച്ച് വെച്ചാൽ മതിയാവില്ല, അതിനെ ആ സ്ട്രെയിറ്റ് ഭാഗം അപ്പുറത്തെ സൈഡിലെ ഓപ്പൺ ഭാഗം ആ വശം ഇങ്ങനെ ആക്കി വെക്കണം. മനസ്സിലായ? നമ്മൾ കട്ട് ചെയ്തിട്ട് താഴെ ആ ബാക്കിയുള്ള ഭാഗത്തിനെ തല തിരിച്ച് വെക്കുക, എന്നിട്ട് തിരിച്ചും വെക്കുക. ഇതാ. എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത പീസിനെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വേണം ഇതിന്റെ മേലോട്ടേക്ക് വെക്കാനും. എന്നിട്ട് നമ്മൾ ബാക്കി മെഷർമെന്റ് അടയാളപ്പെടുത്തുക. 1/2 ഇഞ്ച് ഇങ്ങനെ കയറ്റി കെട്ടുമ്പോൾ ഇത് പേപ്പറിൽ വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾ വിരലോണ്ട് അമർത്തി പിടിക്കുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന കാണാം. പക്ഷെ തുണിയിൽ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ കുത്തി തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ 7 ഇഞ്ച് ഷോൾഡർ, ആം ഹോളിന് 7 ഇഞ്ച്. പിന്നെ നമ്മൾ മെഷർമെന്റ് എങ്ങനെയാണോ നമ്മൾ സാധാരണ അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ അടയാളപ്പെടുത്തുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 2 പീസിനെയും വെറുതെ അടുത്തടുത്ത് വെച്ചാൽ പോരാ, ഒന്നിന്റെ മേലേക്ക് 1/2 ഇഞ്ച് കയറ്റി വെക്കണം. ആ 1/2 ഇഞ്ച് എവിടെ പോകുന്ന അറിയാം, നമ്മൾ ഈ 2 പീസിനും കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ തന്നെ വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ മെഷർമെന്റ്, അപ്പൊ താഴേക്ക് നല്ല വിടുത്ത് വന്നു. കാരണം മേലെ ഭാഗത്തുള്ള പിന്നെ വീതിയും താഴെ നമ്മൾ എടുത്ത പകുതി വീതിയും അത്രയും വീതി വന്ന്, അതാണ് ഇതിന് ഈ 6 പീസ് കട്ടിന് നല്ല കറക്റ്റ് ആയിട്ട് നല്ല പിന്നെ ഷേപ്പില് നല്ല റൗണ്ടിൽ കിട്ടുന്നത്. ഒരുപാട് ലെയർ ആയിട്ട് കിട്ടും. പിന്നെ സാധാ പോലെ തന്നെ ഷോൾഡറും പിന്നെ നെക്ക് ഇതുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അത്രമാത്രമാണ് ഇതിൽ കട്ടിങ് വരുന്നുള്ളൂ. വേറെ വലിയ വ്യത്യാസമൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. സ്ലീവിലൊന്നും പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഒന്നും ചെയ്തിട്ടില്ല, ലേസ് വെച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മേലെ ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്കിന്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്ക്വയറോ റൗണ്ടോ ഏതായാലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഈ ഭാഗം ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ പിന്നെ ബാക്കി തുണിയിലും കൂടി കട്ട് ചെയ്യണത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ പറ്റുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 2.5 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ടോപ്പ് ചെയ്യുന്നതെങ്കിൽ 2.5 മീറ്റർ ക്ലോത്ത് കംപ്ലീറ്റ് ആ ലെങ്ത് കിട്ടണമെങ്കിൽ അത് കംപ്ലീറ്റ് നമുക്ക് ഇതിന് വരും. പിന്നെ നമുക്ക് സ്ലീവിന് എക്സ്ട്രാ എടുക്കണം കേട്ടോ. അത് ഓർത്ത് വെച്ചിട്ടേ നിങ്ങൾ തുണി എടുക്കാവൂ. നമ്മുടെ ഈ ഒരു പീസ് സ്ട്രെയിറ്റ് ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ ദേ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളിത് ഇതേ ഈ പീസിനെ കണ്ടില്ലേ, ഈ പീസും ഈ പീസും നിവർത്തിച്ച് ഇങ്ങനെ 3 പീസായിട്ടാണ്. അപ്പൊ ഫ്രണ്ടിൽ 3ഉം ബാക്കിൽ 3ഉം അങ്ങനെയാണ് 6 പാനൽ കുർത്തി, 6 പാനൽ ഗൗൺ എന്നൊക്കെ കാണുന്നില്ലേ നിങ്ങള്, അത് ഇതാണ് സംഭവം കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മള് പിന്നെ ഇപ്പൊ ഇങ്ങനെ വെച്ചതിനാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള 1/2 ഇഞ്ചാണ് നമ്മൾ ഒന്നിന്റെ മേലെ ഒന്ന് കയറ്റി പിന്നെ ചെയ്ത് കൊടുത്തുന്നറിയില്ലേ, ഇങ്ങനെ 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതേ ഇങ്ങനെ വരും. ഇപ്പോൾ ആ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ 1/2 ഇഞ്ചിന് ആഡ് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവട്ടോ. അപ്പൊ ടോട്ടൽ ഷോൾഡർ 7 ഉള്ള ഒരാൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ ടോട്ടൽ ഷോൾഡർ 8 ആയിട്ട് കാണും. ആ 1 ഇഞ്ചിന് 2 സൈഡിലും തയ്യൽ തുമ്പായിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. താഴേക്ക് നല്ല വിരിവ് കിട്ടും. പിന്നെ ഒരു ഒറ്റ പീസായിട്ട് ചെയ്തതിനെക്കാളും ഭംഗിയുണ്ടാവും. ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ പാട്ട് ക്ലോത്തിൽ കണ്ടില്ലേ. ക്ലോത്തിന്റെ ടോട്ടൽ വീതിന്റെ പകുതിയാണ് താഴേക്ക് എത്തിയിട്ടുള്ളത്.
ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 17 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും എൻഡിലെ വീതിയുടെ പകുതിയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തുണിയെ എന്താക്കണം, താഴെ ഭാഗം മേലോട്ടേക്ക് ആക്കിയിട്ട് കൊടുക്കണം. ആ കരഭാഗം ഉണ്ടല്ലോ, ആ കരഭാഗത്തിന് തിരിച്ച് ഇതിന്റെ ഈ വശത്തേക്ക് തന്നെ അടുപ്പിച്ച് വെക്കണം. ആ സ്ട്രെയിറ്റ് ഭാഗം ഇവിടെ കറക്റ്റ് ആക്കി വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുമ്പം അതിന്റെ വൃത്തിയിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ജോയിൻ ചെയ്യുന്ന ഭാഗം വളഞ്ഞ് പൊളഞ്ഞ് പോകും. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നേരെ അടിയിൽ നിന്ന് മേലോട്ടേക്ക് എടുത്തു വെച്ചിട്ട് അതേപോലെ കട്ട് ചെയ്തത് മറ്റേ വശം, അതായത് തുണി നമ്മൾ 4 ആക്കി മടക്കുമ്പോഴുള്ള ഓപ്പൺ സൈഡിനെ വേണം ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. ഇന്ന് കണ്ടില്ലേ, ഈ 1/2 ഇഞ്ചാണ് നമ്മൾ ഇതിന്റെ മേലോട്ടേക്ക് കയറ്റി ഇങ്ങനെ വെക്കുന്നത്. ഈ 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തോളൂ. ബിഗിനേഴ്സ് ഫുള്ളായിട്ട് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല. ഈ റയോൺ പോലുള്ള ക്ലോത്ത് ആകുമ്പോൾ അങ്ങനെ നല്ല സ്മൂത്ത് ആണല്ലോ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കത്രിക തട്ടുമ്പോൾ ഒക്കെ തിരിയാനും മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മെഷർമെന്റ് തെറ്റിപ്പോവും. അതില്ലാതിരിക്കാനാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പിൻ ചെയ്ത് 1/2 ഇഞ്ച് കയറ്റി പിൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ നോർമൽ മെഷർമെന്റ് അങ്ങോട്ടേക്ക് എടുത്താൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് ഷോൾഡർ, എന്റെ മെഷർമെന്റിലാണ് ഞാൻ പറയുന്നത്. 7 ഇഞ്ച് ആം ഹോള്, ചെസ്റ്റ് റൗണ്ട് 12, വേസ്റ്റ് റൗണ്ട്, അങ്ങനെ താഴോട്ടേക്ക് ഈ തുണിയുടെ ഫുള്ള് വീതിയിലേക്കും അങ്ങോട്ടേക്ക് പോവുക. താഴെ ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ആ കയറ്റല് 2 ഇഞ്ച് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല വീതി കണ്ടില്ലേ, മേലെ നമ്മുടെ വീതി ഫുള്ളും താഴോട്ടേക്ക് വന്നു. നമ്മൾ സാധാരണ 4 ഫോൾഡിൽ ഇങ്ങനെ 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിന് 4 ഫോൾഡിൽ നൈറ്റ് തയ്ക്കുകയാണെങ്കിൽ താഴെ ഭാഗത്തിന് 22 വരെ. ഇപ്പൊ അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് കിട്ടും. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കേട്ടോ. അത് ഫുൾ ലെങ്ത് അല്ലാതെ പിന്നെ ചുരി പാൻറ്റൊക്കെ ആക്കിയിട്ട് ടോപ്പ് ഉണ്ടല്ലോ, ചുരിദാർ ടോപ്പ് പോലെയോ കുർത്തി പോലെയൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുർത്തീസ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ കട്ടിങ് വരുന്നത്. ഈ കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ ഷോൾഡർ ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണേ നെക്ക് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബിഗിനേഴ്സിന് അതാണ് സൗകര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഞാൻ നേരിട്ട് തന്നെ നെക്ക് കട്ട് ചെയ്തു. നെക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സൈഡിൽ കൊടുക്കേണ്ട പീസിന് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ആദ്യം ഈ നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം, എന്നിട്ട് നെക്ക് കട്ട് ചെയ്താലും കുഴപ്പമില്ല. കട്ടിങ് ഒക്കെ ഒരേ സമയത്ത് കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. ഇതേ ഇവിടെ അങ്ങനെ 1/2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് എടുക്കണം. നമ്മൾ അത്ര ആ കണക്കിലാണല്ലോ മെഷർമെന്റ് എടുത്തത്. എന്നിട്ട് ഇങ്ങനെ താഴെ വരെ തയ്ച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. പതിച്ചടിക്കണം എന്നുള്ളവർക്ക് മാത്രം പതിച്ചെടുത്താൽ മതി. പതിച്ചടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റയോണിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഫിനിഷിംഗ് തന്നെ ഉണ്ട്. ഡബിൾ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ നെക്കിന് കൊടുക്കാനുള്ളത്, ഇതിനിപ്പോ ഞാൻ വെയിറ്റ് ക്ലോത്ത് കുറവായതുകൊണ്ട് ഒരു ബ്ലാക്ക് പീസാണ് നെക്കിന് കൊടുക്കാനുള്ള പീസാക്കിയെടുത്തത്. സ്ക്വയർ നെക്കാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് റൗണ്ട് നെക്ക് തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. എനിക്ക് അതാണ് സൗകര്യം. പക്ഷെ ഇതിപ്പോ ഞാൻ എല്ലാവരും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് നെക്കിന് കട്ട് ചെയ്ത പീസ് ഇവിടെ വെച്ച് തയ്ച്ചതിന് ശേഷം ഈ 2 കോർണർ ഇല്ലേ, ഞാനിപ്പോ ചോക്കൊണ്ട് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഈ കോർണർ ഇങ്ങനെ ഒരു ലൈനാക്കിയിട്ട് ഈ വട മാത്രമാണ് നമുക്ക് എന്താക്കാനുള്ളൂ, കട്ട് ചെയ്ത് കൊടുക്കാനുള്ളൂ. നമ്മൾ റൗണ്ടിനൊക്കെയാണെങ്കിൽ കുറെ കട്ടിങ് വേണ്ടേ. പക്ഷെ ഈ സ്ക്വയർ നെക്കിന് ഈ 2 പാർട്ട് മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ മതി, സ്റ്റിച്ചിൽ പെടാതെ കേട്ടോ. എന്നിട്ട് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് തന്നെ സ്ക്വയർ നെക്ക് കിട്ടും. കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ക്വയർ നെക്ക് ചെയ്യുന്നത് കാണിക്കുമോ എന്നുള്ളത്. അപ്പൊ അതുകൂടി ഇതിലങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ സാധാ റൗണ്ടിനൊക്കെ പ്രസ് അടിക്കുന്നത് പോലെ അടിക്കുക. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇങ്ങനെ തയ്ച്ച് ഇവിടെ എത്തി. അപ്പോഴാണ് ഈ ഭാഗം വീഡിയോ എടുത്തില്ല എന്ന് എനിക്ക് ഓർമ്മ വന്നത്. എന്നിട്ട് ഇങ്ങനെ നല്ല ഫിനിഷിങ്. ഈ ഒരു ലൈനായിട്ടുള്ളതിന് സ്ക്വയർ നെക്ക് ആവുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാട്ടോ. മേലേന്ന് താഴോട്ടേക്ക് കുത്തനുള്ള ലൈനുള്ള ഡ്രസ്സിന് സ്ക്വയർ നെക്ക് ആവുമ്പോൾ അതിന് കുറച്ചുകൂടി റൗണ്ടിനൊക്കെയാണ് മാച്ചായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇത് നല്ല ഫിനിഷിങ്ങിൽ ഇത് ചെയ്ത് ഇതിന്റെ ഫ്രണ്ട് നെക്കിന്റെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞ ശേഷം ബാക്ക് നെക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാക്ക് നെക്ക് ചെയ്ത് എന്നിട്ട് ഷോൾഡർ ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിയുള്ളതൊന്നും നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതില്ലല്ലോ. ഒരുപാട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഒരുവിധമൊക്കെ. ബിഗിനേഴ്സിന് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ മുന്നേ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വീഡിയോ കുറേ ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഫ്രണ്ട് ഭാഗത്ത് കണ്ട ഇപ്പൊ എവിടെയാണ് സ്റ്റിച്ച് വന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഈ ലൈൻസ് ആയതുകൊണ്ട്.
ഒരു സൈഡിൽ ആ റെഡ് അടുത്ത് വന്നതുകൊണ്ട് മനസ്സിലാകുന്നത് കണ്ടില്ലേ. താഴേക്ക് എത്തുമ്പോഴേക്ക് നല്ല വീതി വരുന്ന കണ്ടില്ലേ. ഇനി ഇതിന്റെ സ്ലീവ് ഞാൻ എടുത്തുള്ളത് ആ 1/2 മീറ്റർ. അപ്പൊ എനിക്ക് കറക്റ്റ് ലെങ്ത് പോരാ. അപ്പൊ ഞാൻ എന്താക്കി, ഈ ഒരു ലേസ് വെച്ചിട്ട് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ലേസ് എവിടുന്നാ വാങ്ങിയെന്ന് ചോദിച്ചാൽ കസവയാന്ത്രന്നായിരുന്നു. ഇതന്ന് നല്ലൊരു റേറ്റ് കുറഞ്ഞ രീതിയിൽ കണ്ടപ്പം അങ്ങോട്ട് വാങ്ങിയതായിരുന്നു. മീറ്ററിന് 20 രൂപ അങ്ങനെ അതിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തോ എനിക്ക് തന്നെ അത്ഭുതം തോന്നി അതെന്താ അത്ര കുറഞ്ഞ റേറ്റിൽ വന്നത് എന്ന്. പോലും പറഞ്ഞു ഇപ്പോൾ ഒരു ഓഫറിൽ ഇട്ടതാണെന്ന് പറഞ്ഞതാ. അപ്പോൾ ലേസ് വെക്കുമ്പോൾ ഇതേ നല്ല വശം ടച്ച് ചെയ്യുന്ന രൂപത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ അറ്റത്തേക്ക് വെക്കുന്ന ലേസ് എപ്പോഴും അങ്ങനെ വെച്ചാലാണ് പിഞ്ചും. കണ്ടാ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം അതിനിങ്ങനത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ അറ്റത്ത് നിന്ന് തൂങ്ങുന്ന രൂപത്തിൽ തന്നെയാണ് ലേസ് വരിക. അപ്പം നല്ലൊരു ഭംഗിയാണ്. എന്നിട്ട് അവിടെ നിന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ഇത് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് ലേശം ലെങ്ത് പോരാഞ്ഞിട്ട് ഞാൻ ഒരു ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോയിലും വീഡിയോയിലൊക്കെ. കാരണം എനിക്ക് കൈക്ക് നല്ല ലെങ്ത് ഇല്ല, ഞാൻ ഒരു സ്വസ്ഥത കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തപ്പോഴാണ് ആ ഒരു പോരായ്മ എനിക്ക് തോന്നിയത്. അപ്പം പിന്നെ ആ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് അഴിച്ചെടുത്തിട്ട് പിന്നെ ഒരു ലേസും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. അതിൻ്റെ അടിയിലേക്ക് കൂടി ഒരു ലേസും കൂടി വെച്ച് കൊടുത്തതാണ്. ചെറിയ അങ്ങനെ ചെയ്തിട്ടാണ് സ്ലീവ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് ജോയിൻ ചെയ്തു, അടിഭാഗം മടക്കി തയ്ച്ചു. അപ്പൊ ഫിനിഷിങ്ങിൽ കണ്ട താഴെ ഭാഗത്ത് നല്ല വട്ടം കിട്ടുന്നില്ലേ, ഇത്രയും റൗണ്ടിൽ കിട്ടും. സ്ലീവ് കണ്ടില്ലേ, ഡബിൾ ലെയർ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെങ്ത് പോരാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ചെറിയ ഒപ്പിക്കബിൾ പണികളും കൂടി ഇതിന്റെ ഇടയിൽ കൂടി മനസ്സിലാക്കിക്കോളി. അപ്പൊ വീഡിയോ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, ജൂലൈ 4-നാണ് അടുത്ത ബാച്ച്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അറിയുന്നവര് ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ ഉള്ള മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏത് കളറിലും പ്രിന്റഡ് ആയിട്ടുള്ളതിലും പ്ലെയിനിലൊക്കെ ഇത് ചെയ്യാട്ടോ. പ്ലെയിനിലൊക്കെ ചെയ്യുമ്പോഴും നല്ല ഭംഗി തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഷോള് ഞാനിപ്പം മഫ്തയാണ് റോൾ ചെയ്തിട്ടുള്ളത്. ഷോള് റോൾ ചെയ്തിട്ടോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ പർദ്ദ ഇതേപോലെ തന്നെ ചെയ്യാട്ടോ. നല്ല വട്ടത്തിൽ പർദ്ദയൊക്കെ ഇതേ രൂപത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന് മെത്തേഡ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.